ഹലോ, സുഖാണോ? ഇതൊരു മിനി വ്ളോഗ് കണ്ടാലോ? അതായത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. അതായത് രമണ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു. ആരെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് എൻ്റെ മൈം പ്രിപ്പറേഷൻ, അതുപോലെ എൻ്റെ മൈമിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ ഇന്നാണ് നമ്മുടെ മൈമിൻ്റെ ഡേ. അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു മൈമിന് വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ, എൻ്റെ ഹെയർ എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ SPCക്കൊക്കെ മുടി കെട്ടുന്ന പോലെയാണ് മുടി കെട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ID കാർഡ് കിട്ടുന്ന നേരെ ഞങ്ങളുടെ F1 ലാബിലെത്തി. അവിടെയാണല്ലോ നമ്മുടെ കലാപരിപാടികൾ നടക്കുന്നത്, അതായത് ബ്യൂട്ടീഷ്യൻ നടക്കുന്നത് നമ്മുടെ അവിടെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് വിചാരിച്ചു, നമുക്ക് ആദ്യം നേരെ ബോർഡർ ഇടാം. അവരുടെയൊക്കെ വിചാരം നമ്മളെന്തോ വലിയ ആർട്ടിസ്റ്റ് ആണെന്നാണ്. പക്ഷേ നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ ആരാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ ചെന്ന വഴി തന്നെ ബോർഡർ ഇടാനൊക്കെ തുടങ്ങി. അപ്പോൾ അവർ വിചാരിച്ചു, ഓ ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ അവരും പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്കും ബോർഡർ ഇട്ട് തരണം. ഓക്കെ, നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ മെല്ലെ എല്ലാവർക്കും ബോർഡറൊക്കെ ഇട്ടെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെയൊക്കെ വിചാരം എനിക്കറിയാമെന്നാണ്. പക്ഷെ സത്യവശം എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാനിത് എല്ലാവർക്കും ബോർഡർ ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ബോർഡർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമുക്കൊരു ബോർഡറും ഫിനിഷിങ്ങും കിട്ടുമല്ലോ. പിന്നെ അതിനുശേഷം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്നായിരുന്നു. അപ്പം ഞാനങ്ങനെ ബോർഡർ വെച്ചതിന് ശേഷം ഇങ്ങനെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഞാൻ പ്രശ്നം ഉണ്ടായിരുന്നു, അവരിങ്ങനെ കൈ കൊണ്ട് ടാപ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് എന്ത് പറഞ്ഞു, നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. ഈ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കോട്ടും കൂടി ഫിനിഷ് ചെയ്ത് തരാം. എന്നിട്ട് നമ്മൾ ലിപ്പിൽ നമുക്ക് പെയിൻ്റ് ഇടാൻ പറ്റത്തുകൊണ്ട് നമ്മൾ ലിപ്പിൽ ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയത് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സെക്കൻഡ് ലെയർ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ലിപ്സ്റ്റിക്ക് ബേസ്ഡ് നമ്മൾ ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു തീമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണിലിങ്ങനെ വരയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ സാധാ കൺമഷി വെച്ചിട്ടാണ് ഒരു ബോർഡർ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി വരച്ചിരിക്കുന്നത്. ഡ്രഗ് അബ്യൂസിൻ്റെ തീമായിരുന്നു, അതായത് ഡ്രഗിനൊരു ബോധവൽക്കരണമായിരുന്നു സംഭവം. അതിനുശേഷം നമുക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടു, കാരണം പോവാറായി, സമയം വേഗി. നമ്മൾക്ക് വേണ്ടി അവിടെ കുറേ പേര് കാത്തു നിൽക്കായിരുന്നു. അങ്ങനെ വേഗം നമ്മൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് പോസ്റ്റേഴ്സൊക്കെ പിടിച്ച് നേരെ നമ്മൾ എന്ത് ചെയ്തു, റാലിക്ക് ഇറങ്ങി. അങ്ങനെ കർണാടകയിലെ റോഡിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും തുടങ്ങിയതിന് ശേഷം നമ്മുടെ മൈമ ബോധവൽക്കരണം സ്റ്റാർട്ട് ചെയ്തു. അതായത് കർണാടക പോലീസ് സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു അത്. അതായത് ഈ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ. എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതായത് ഞങ്ങളൊരു 2 വട്ടം ഈ മൈമ അവതരിപ്പിച്ചു, അതുപോലെ സ്പീക്കറിൻ്റെ ചാർജ് അടിച്ചുപോയി. അതിനുശേഷം 3-ാമത്തെയോ 4-ാമത്തെയോ വട്ടമാണ് ഞങ്ങളുടെ മൈം ശരിയായത്. അതായത് ഇതിനൊരു സ്റ്റോറി ലൈൻ പോകുന്നത്, ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ എന്നിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു മകൻ ഈ കള്ള് കുടിക്കുന്നു. അതിനുശേഷം കുറച്ച് സ്റ്റോറീസൊക്കെ ഉണ്ട്. മൊത്തം സ്റ്റോറീസ് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും, കാരണം ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ തന്നെ മ്യൂസിക് കൊടുത്തൊരു മൈമായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്നു അതിൽ ഭയങ്കര സന്തോഷം ഞങ്ങൾക്കായിരുന്നു. ഫുൾ ഞങ്ങളായിരുന്നു, സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങളായിരുന്നു. ഇത് ഞങ്ങളുടെ CEO സാറാണ്. ഞങ്ങൾ സാറിന് കൂടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നല്ലോ. ചോറും ക്യാബേജ് ഉപ്പേരിയും പിന്നെ എന്തോ ഒരു കറിയായിരുന്നു, ഞാൻ മറന്നുപോയി. അവർ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു, കാരണം രാവിലെ മുതൽ കിടന്ന റോട്ടി കളിക്കുന്നതല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് സുഖമായി ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ബൈ.